നീണ്ട 13 കൊല്ലത്തിന് ശേഷം ഇവരോട് പറഞ്ഞ വാഗ്ദാനം പാലിച്ചുകൊണ്ട് ഞാൻ മലമ്പുഴ ഗാർഡനിലേക്ക് നമ്മുടെ ടീം പറഞ്ഞ വെൽക്കം ടു മലമ്പുഴ ഗാർഡൻസ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വീടുകളിൽ സീനിയും ഡാലിയും മത്സരിച്ച് ആളുകൾ വെച്ചു കൊടുന്നു. തൂക്കുപാലത്തിലേക്ക് നമ്മൾ കയറാൻ പോകണം കേട്ടാ. മലമ്പുഴയിലെ യക്ഷി ഡാമിന്റെ മോളിയോടെ നമ്മൾ നടക്കാൻ കേട്ടാ. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? ബുദ്ധിജീവിതനെ കണ്ടിട്ട് എല്ലാരും ബാക്കിലുള്ള ആണുങ്ങളൊക്കെ മാറിയേ അതൊരു ഭംഗിയാ. എല്ലാവരും പിന്നെ മാറിപ്പോ. ഓക്കെ, ക്യാമറ റോളിംഗ്, ആക്ഷൻ. കളിക്കേണ്ടത് 1 2 3 4. മലമ്പുഴ ഗാർഡനിലേക്ക് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഞങ്ങൾ വരുന്ന ജയഭാരത്തിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ മലമ്പുഴയിൽ ഒരു ദിവസം താമസിച്ചു. അവിടുത്തെ ഭക്ഷണം കഴിച്ചു. നേരെ മലമ്പുഴ ഗാർഡനിലേക്ക് പോവാണ്. നീണ്ട 13 കൊല്ലത്തിന് ശേഷം ഇവരോട് പറഞ്ഞ വാഗ്ദാനം പാലിച്ചുകൊണ്ട് ഞാൻ മലമ്പുഴ ഗാർഡനിലേക്ക് സരിതേനെയും ജഗുവിനെയും നിങ്ങൾക്ക് മാങ്കോ ഓഡീഷനിൽ ഞാൻ പറഞ്ഞു മലമ്പുഴ കാണിക്കാൻ കൊണ്ടുപോകുന്നു. അത് കാത്ത് 10 കൊല്ലം പിടിച്ചു എന്ന് മാത്രമല്ല, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ മലമ്പുഴയ്ക്ക് വന്നുള്ളത് 1996 വന്നുള്ളത്. അന്ന് ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്ന ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ടിക്കറ്റ് വാങ്ങിയില്ല. ടിക്കറ്റ് എടുക്കാൻ വന്നോളൂ കേട്ടോ. ഒരുപാടൊക്കെ വലിയവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 10 രൂപയാണ്. നമ്മുടെ ടീം പറഞ്ഞ അപ്പോൾ നമ്മൾ ഗാർഡനിലേക്ക് കടന്നു. വെൽക്കം ടു മലമ്പുഴ ഗാർഡൻസ്. നോക്കിയേ സരിത, പൂക്കൾ നോക്കിയേ ചെണ്ടുമല്ലി എന്തൊരു ഭംഗിയെന്നറിയോ. അപ്പുറത്തെടുക്കാം. മനോഹരം. നമ്മൾ വന്നത് നന്നായില്ലേ? കണ്ട ഇവിടെ ഒരു തേങ്ങ കാണാല്ലേ? അതന്നെ അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. തേങ്ങയില്ലെന്ന് പറഞ്ഞില്ലേ? അത് അപ്പ പറയണതിലെ കാര്യം അവസാനം കണക്കാക്കണ്ടോ? അല്ല, ചേട്ടൻ പറഞ്ഞു ശരി, തേങ്ങയില്ല ഇവിടെ. പൂക്കൾ മാത്രം. അതന്നെ, ഒറ്റ തെങ്ങും കാണാല്ലേ? നോക്കിയേ, ഇതൊക്കെ സരിത, ഇതൊക്കെ മറ്റേ ഈ ഇതിലെടുത്ത് വെച്ച് പറക്കി വെച്ചോണ്ട് നിറച്ച്. അപ്പൊ അത് പൂക്കൾ ഉണ്ടായി കഴിയുമ്പോ എടുത്ത് മാറ്റിയിട്ട് അപ്പഴേക്ക് പുതിയത് തയ്യായിണ്ടോ അത് എടുത്ത് വെക്കാലോ. അപ്പൊ എപ്പോഴും ഇതെല്ലാം കവറിലാക്കിട്ടാണ് വെച്ച് കൊടുത്തിട്ട് അവിടെ നോക്കിയ ചട്ടികളിലൊക്കെ എന്തൊരു ഭംഗിയിലാ നോക്കിയേ പൂക്കള്. വെറുതെ മലമ്പുഴയിൽ ഇപ്പൊ തിരക്ക് അല്ല, പ്രാമ ഇപ്പൊ തിരക്ക് ഇത് കാണാനാണ്.
ഫ്ലവർ ഷോ ഉണ്ട് ഇവിടെ. ഭാഗ്യം ഞങ്ങൾ വന്നത് വളരെ നന്നായി. കണ്ട ഇത് സമയം ഇത് ഉണ്ടാവാൻ വേണ്ടിട്ടാണ് നമ്മൾ 10 കൊല്ലം കാത്തുന്നത്. 10 കൊല്ലം കാത്തുന്നത് ഇതിന് വേണ്ടിട്ടാണ്, ഇത് കാണിക്കാൻ വേണ്ടിട്ടാണോ? ഫ്ലവർ ഷോ എല്ലാ കൊല്ലവും അതന്നെ. അടുത്ത പൂക്കള് ഈ സൈഡ് നോക്കിയാൽ സാർ സീനിയർ ഡാലിയ. സീനിയർ ഡാലിയ നിറയെ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വീടുകളിൽ സീനിയർ ഡാലിയും മത്സരിച്ച ആളുകൾ വെച്ചു കൊടുന്നു ഓരോ വീടുകളിൽ. അതിൻ്റെ അപ്പുറത്ത് ഒരു ആനയുണ്ട്, അവരങ്ങോട്ട് നടക്കാണ്. ഇവിടേക്ക് ഇത് വലിയ ചെണ്ടുമല്ലികളാണ് കേട്ടാ. ഇതൊക്കെ നോക്കിയാൽ ഇങ്ങനെ കവറിൽ ആക്കിയിട്ടാണ് എല്ലാം വെച്ചോണ്ടത്. അല്ലാണ്ട് ഇവിടെ പുല്ലാണ്. ഇത് മുഴുവൻ ഇങ്ങനെ പാവി മുളപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള ഇതൊന്നും. ഇതിവിടെ കോഴിവാലാണ്. കണ്ട കോഴിവാല, ഇപ്പുറത്തെ കോഴിവാലനുണ്ട്, പണ്ടത്തെ കോഴിവാലനല്ല. അപ്പുറത്തെ കോഴി അല്ല, അപ്പുറത്തെ കോഴിവാല അല്ല. ഞാൻ അങ്ങോട്ട് പോണ്ട. സാരികളും കൊടുത്ത പൂക്കളെ പോലത്തെ സാധനം കണ്ട, പണ്ടത്തെ എൻജിൻ പോലത്തെ വണ്ടി, ട്രെയിനിൻ്റെ എൻജിനത്, പണ്ടത്തെ തീവണ്ടി എൻജിൻ. നോക്കി എവിടെയൊക്കെ പൂക്കൾ നിരത്തി വെച്ചിട്ട് റെയിൽ പാളത്തിൽ മുഴയാണ് നമ്മൾ നടക്കുന്നത് കേട്ടാ. ഇതമ്മിലൊന്നും തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അവിടെയൊക്കെ ഈ ഫ്ലവർ ഷോ കാണാനാണ് കൂടുതൽ തിരക്ക് കേട്ടാ. അത് ശരിയാ. നാടൻ പൂക്കളാണ് കേട്ടാ. റോസ് അങ്ങനെയുള്ള നമ്മൾക്ക് പേരറിയാത്ത പൂക്കളൊന്നും ഇല്ല. സെന്റുമല്ലി, സീനിയ, കൊങ്ങിണി പൂവ്, അതെ മറ്റേ പൂ. നമ്മുടെ യൂട്യൂബർ സരിത. നിങ്ങളെവിടെയാ വീട്? തൃശ്ശൂരയുടെ? പാലക്കൽ ഇവിടെ അടുത്താണ്. വേണ്ട, പാലക്കിൽ നിന്ന് വന്നിട്ടുള്ളവര് ഇവര് മലമ്പുഴ കാണാൻ നോക്കാം. അപ്പൊ നിങ്ങൾ പോയി മലമ്പുഴ ഡാമാണ് അവിടെ കാണുന്നത് കേട്ടാ. നോക്കിയാൽ മലമ്പുഴ ഡാം. അതിന് മോളിയോടെ റോപ്പ് വേണ്ട, അതിൽ വേണമെങ്കിൽ കയറാൻ കേട്ടോ. മുകളില് അതിലിപ്പോ കയറണമെങ്കിൽ വേറെ കാശാണ്. അവിടെ വേറെ സ്ഥലത്തേക്ക് പോകണം. റോപ്പ് വരി കയറണമെങ്കിൽ കയറാം. ഈ വെള്ളം ഇവിടെയൊക്കെ ഇതിങ്ങനെ പാല അതിൻ്റെ ഓരോരോ ഇതുകള് എന്താ പറയുക, ഓരോരോ തറകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല രസാ. പാലയാണ് മാത്രം, നമ്മുടെ ഇങ്ങനത്തെ പാലില്ലേ കണ്ടില്ലേ. പക്ഷെ പൂക്കളൊന്നും പറിക്കാൻ പാടില്ല. അതേ സാരി റോസല്ലേ, നീ റോസില്ലെന്ന് പറഞ്ഞ ഇതുപോലെ റോസ വയ്ക്കണമെന്നതുകൊണ്ട്. എന്നാലും പൂട നല്ല വെയിലുണ്ടാവണം. പ്രൂണിങ് ഇതേണ്ട, ഇങ്ങനത്തെ തറകളുണ്ട. ഇങ്ങനത്തെ തറകൾ നല്ല രസാ, ഇങ്ങനെ ഇരിക്കാം. അല്ല ഇപ്പൊ വെയിലിന് വലിയ ചൂടില്ല ചേട്ടാ. പൂക്കള് പറിക്കണ്ടെന്ന് നോക്കാനായിട്ട് ഇവിടെ നിറയെ ചേച്ചിമാര് നിർത്തിയിട്ടുണ്ട് കേട്ടാ. അവര് വിസിലടിക്കും. ഇതാണ് റോസ നട്ടോണ്ട് നോക്കിയാ. അപ്പൊ റോസ കണ്ടമാൻ നട്ടുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്തിന് മാത്രമാണ് നട്ടോണ്ട്. ഇവിടെ കള്ളികള് വലിയ മരങ്ങളായിരുന്നു നട്ടിട്ടില്ലേ, തണൽ മരങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇവിടെ അപ്പൊ തൂക്കുപാലം ഉണ്ടായിരുന്നല്ലോ, അത് എവിടെയായിരുന്നു? അങ്ങോട്ട് നീങ്ങിട്ടല്ലേ തൂക്കുപാലം. നോക്കിയാ റോപ്പ് കൂടെ ആളുകൾ പോണണ്ട. ഏയ് ഇനി നമ്മൾ അടുത്തത് തൂക്കുപാലല്ലേ, അതിലെ പോയിട്ട് യക്ഷിയുടെ അവിടേക്ക് പോകാൻ മതി. തൂക്കുപാലത്തിലേക്ക് നമ്മൾ കയറാൻ പോകണം കേട്ടാ. അത് നമ്മൾ തൂക്കുപാലത്തിലേക്ക് കയറി കേട്ടാ. വരിയായിട്ട് നടക്കാൻ പാടുള്ളൂ. ഉണ്ണിക്കായ പിന്നിലേക്ക് ഇറങ്ങി ഇറങ്ങിയ ചാടരുതിട്ടാ. അതേപോലെ കൈ കോർത്ത് പിടിച്ച് നടക്കരുന്ന് പോരുത് ഇവിടെ. അന്നൊരു പോലീസുകാരൻ ഞങ്ങളുടെ വന്നിട്ട് അടിക്കാനോ ഓടിപ്പിച്ചു.
ഇവിടെ മലമ്പുഴ വന്നിട്ട് കാണാനുണ്ട് കേട്ടോ. വെറുതെ നമ്മൾ ഈ ഒരു ഡാം നഷ്ടം വരില്ല നമുക്ക്. 30 രൂപ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടം പോലെ എന്താ പറയുക രസിക്കാനല്ല ശരിക്കും ഇതെന്താ പറയുക സമയം ചെലവഴിക്കാണ്ട്. യക്ഷീനെ കാണാൻ പോവാണ്. ഈ പുല്ലുവഴി നടക്കാട്ടപ്പൊക്കെ. ഇതാണ് മലമ്പുഴയിലെ യക്ഷി. ഇതിന് ചുറ്റും നമുക്ക് നടക്കാം. ഭയങ്കര വലിപ്പാണ് കേട്ടത്. ഇത് ഏത് കൊല്ലത്തിലാണ് ആക്കിയെന്നുള്ളത് ഇല്ലല്ലേ? നല്ല സെറ്റ് മുണ്ടൊക്കെ എടുത്ത് ഇത് മലമ്പുഴത്തില്. അപ്പൊ യക്ഷീര അവിടെ നമ്മള് നേരെയായിട്ട് ഇവിടെ ബോട്ടിങ് ഉണ്ട്. അവിടേക്ക് കയറണമെന്നില്ല, ബോട്ടിങ്ങിൽ യാത്ര നടത്തണമെന്നില്ല. അല്ല ബോട്ടിൽ യാത്ര നടത്തണമെന്നില്ല. നല്ല കാറ്റുണ്ട്, നല്ല സുഖം. ആളുകളെ യക്ഷീര മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കലാണ് ഇവിടുത്തെ മെയിൻ ഒരു ഇത്. നമ്മൾ യക്ഷീര അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ ഡാമിൻ്റെ മുകളിലേക്ക് കയറാൻ ഇങ്ങനെ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ കയറി അങ്ങനെയാണ് നടന്ന് അങ്ങോട്ട് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. നടക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്, പക്ഷേ ഇതൊന്നുമില്ല കേട്ടോ, നമുക്ക് ക്ഷീണമൊന്നുമില്ല. വാ, ഇവിടെ നമ്മളെ ഡാമിൻ്റെ മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഇതൊരു കനാലാണ്. അപ്പോൾ ഇതൊരു കനാലാണ് കേട്ടോ. ഡാമിൽ നിന്ന് വെള്ളം വിടുന്ന ഒരു കനാലാണ് ഇത്. ഭയങ്കര ഒഴുക്കാണ് ഇതിന്. പിന്നെ മുകളിൽ റോപ്പ് വേണ്ട. അതായത് നമ്മുടെ തൊട്ടടുത്ത് എവിടെയാണ് പോണത് കിച്ചാൽ. ഡാമിൻ്റെ ഒരു സൈഡാണ് ഇട്ടത്. ഇതിപ്പോൾ ഇതിങ്ങനെ കയറണം എന്ന് പറയുന്നുണ്ട്. അതിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇതേ കുറേ പേരെ മുകളിൽ നിന്ന് ഇറക്കും, പിന്നെ അത് കഴിഞ്ഞ് കുറേ പേരെ അടിയിൽ നിന്ന് മുകളിലേക്ക് കയറ്റും. ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇറങ്ങൽ നിൽക്കില്ല. നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറണം കേട്ടാ. പേടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് കയറാണ്. അങ്ങോട്ട് വിടണില്ല, നോക്കിയാടുത്തിന് അങ്ങോട്ട് വിടണില്ല. ഡാമിൻ്റെ മുകളിലേക്ക് എത്തിയിട്ട് നമ്മള് ഡാമിൻ്റെ മോളിയോടെ നമ്മൾ നടക്കാൻ കേട്ടോ. കുറേ ഏരിയ ഉണ്ട്. അവിടെ നിന്നിട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പേടിയോട്ടെ, ഞാനിങ്ങനെ നോക്കിയിട്ട് ഈ മണ്ടയ്ക്ക് നോക്കിയിട്ട് കയറിയത്. എന്നെ തുടർന്നുള്ള കളിയ ഇതല്ല.
ഡാമിന്റെ മുകളിൽ താഴ്ത്തിക്കേണ്ട ഇറങ്ങണ കേട്ടാ. പക്ഷേ ഇവര് കഴിഞ്ഞിട്ട് വേണം. ഇവിടെ ആൾക്കാരുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആ ഇവിടെ നല്ല വീതിയിലുള്ള ഇതാണ് മതില്. അല്ല മതിലല്ല, ചവിട്ട്. അത് നമുക്ക് പേടിക്കാനായിട്ട് അത്രയ്ക്കായിട്ട് പേടിക്കാനില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇതിനോട് ചേർന്നിട്ട് ഇങ്ങനെ ചേർന്നിട്ടാണ് പോണതേ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോ ശരി കുത്തുന്ന ഇതിനേക്കാളും ഹൈറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഡാമിന്റെ മലമ്പുഴയ്ക്ക് വന്നോളൂട്ടാ. എല്ലാവർക്കും ഉല്ലസിക്കാനല്ല, സമയം ചെലവഴിക്കാനായിട്ട് കുടുംബങ്ങളായിട്ടൊക്കെ വരാനായിട്ട് പറ്റിയ സ്ഥലമാണ് മലമ്പുഴ അല്ലേ സരിത? ഒന്നുകിൽ രാവിലെ നേരത്തെ എത്തുക. എത്ര മണി തൊട്ടാണ് ഇവിടെ പ്രവേശനം? അല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞിട്ട് ഈ സമയത്ത്, അല്ലെങ്കിൽ ഉച്ച നേരത്തൊന്നും അല്ല, കാലത്ത് വന്നിട്ട് പിന്നെ അല്ല പൂന്തോട്ടങ്ങളിൽ മറ്റെവിടെ ഇരുന്നോട്ടെ, മരങ്ങളിലെ സ്ഥലത്തല്ല, നട്ടുച്ച നേരത്ത് വന്നാൽ ഭയങ്കര ടയേർഡാവും. ഇപ്പൊ അത്യാവശ്യം വൈകുന്നേരം ആയോണെങ്കിൽ എന്നിട്ട് വരെ നമുക്ക് ചൂടുണ്ട്. അത്ര ചൂടൊന്നുമില്ല. ഇതൊക്കെ നിറയണ്ട കുട്ടികൾ കളിക്കുക. നല്ല കാറ്റുണ്ട്. ബെസ്റ്റ് സ്ഥലാ. ഹാങ്ങിങ് ബ്രിഡ്ജ്, ഫീഡിംഗ് റൂം, ചിൽഡ്രൻസ് പാർക്ക്, ടോയ്ലറ്റ്. 1949 മാർച്ച് 27 ഇതിനാദ്യമായിട്ട് തറക്കല്ലിട്ടുള്ളത് പണിയാൻ തുടങ്ങിയത്. അതിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള സ്തൂപം. മലമ്പുഴ ഡാം was unveiled by Sri K. Kamaraj, Chief Minister, Government of Madras. ഗവർണറായിരുന്ന ചീഫ് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജാണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്നാണല്ലോ. ഇതാണ്ട ഇവിടെ നിന്ന് നോക്കിയ റോപ്പ് വരെ അവിടെ കയറുന്ന സ്ഥലമാണ്. അവിടേക്ക് കണ്ടത് കണ്ട, നമ്മളെ കയറുന്നില്ല. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാണ്. നമ്മുടെ കൂടെ വന്ന കൊറേ പേരൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടാ. മോളി വന്നില്ല, കേറിയില്ല. അവർ താഴ്ത്ത് ഇങ്ങനത്തെ കല്ലുകളും ഇരിക്കാം. നല്ല രസമുണ്ട് കല്ലുകൾ. പോകുകയോ നമ്മളില്ലാതെയോ? ഇത് കോൺക്രീറ്റ് കാലുകളാണ് കേട്ടോ. ലൈറ്റിന്റെ കാലുകളാണ് പണ്ടത്തെ. അതൊക്കെ മറച്ചു കിടക്കുന്ന സാധനങ്ങളാണ് തുരുമ്പ് പിടിച്ചത്. അതിരിക്കാനിപ്പോ ഒരു ഉപകാരം. ഇവിടെ പൂക്കളുണ്ട് കേട്ടാ. ഇത് ചട്ടിയിൽ വളർത്തിയതല്ല. ഇത് കണ്ട, ഇത് പാവി മുളപ്പിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഭംഗി കുറവിനുണ്ട്. ജയകൂടെ അപ്പൊ ഞങ്ങള് മലമ്പുഴ അങ്ങനെ കണ്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടാ. ഇനി നേരെ വീട്ടിലേക്ക് തിരക്ക് കൂടി വരാണ്. നാളെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. ഇപ്പൊ തന്നെ ഭയങ്കര തിരക്കായി. ശനി ഞായറാവുള്ളൂ തോന്നുന്നു ഇത്ര തിരക്ക്. രണ്ട് ദിവസങ്ങളിൽ ചിലപ്പോ തിരക്ക് കുറയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സാരഥി നിഖിലേട്ടാ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടികൾ നമ്മുടെ ഇത് തൃശ്ശൂർ ജില്ലക്കാർക്ക്, തൃശ്ശൂർ ജില്ലയല്ലേ, എല്ലാവർക്കും ഓട്ടം വേണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിഖിലിന്റെ നമ്പർ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ നിഖിലിന്റെ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി പോവാണ് വീട്ടിലേക്കിട്ടാ. ഇവരെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ പല പല വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും. ഇനി പേരൊന്നും പറഞ്ഞ് കൂടുതൽ എല്ലാവരും വീണ്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല തോന്നുന്നു അല്ലേ? അപ്പൊ ഞങ്ങള് വണ്ടിയിലേക്ക് കയറാണ് എല്ലാവരും. ശരി.